അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വണ്ടിയുടെ മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ പോകട്ടെ. വണ്ടി ഏതാണെന്ന് കാണിച്ചിടാം. നമ്മുടെ യമഹയുടെ 1.5 ആണ് നമ്മളിന്ന് മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് യമഹയുടെ 1.5. അപ്പോൾ ഇന്ന് ഇവൻ്റെ മൈലേജ് എത്ര ഉണ്ടെന്ന് നമ്മളിന്ന് കണ്ടുപിടിക്കും. നമ്മളിന്ന് ഇതിനകത്തുള്ള പെട്രോൾ മൊത്തം ഊറ്റി കഴിഞ്ഞിട്ട് ബാലൻസ് നമ്മൾ 1 ലിറ്റർ പെട്രോൾ അതിനകത്തേക്ക് ഒഴിക്കുന്നു, നേരെ പോകുന്നു. ഞാനേ എവലോസും ഒരു ക്യാനും എടുത്തിട്ടുണ്ട്. നമ്മളിത് ഊറ്റി നോക്കാൻ വേണ്ട. ഒന്നാമത്തെ കാര്യം ഇതിനകത്ത് നിറച്ച് പെട്രോളുണ്ട്. ഒരു കട്ടയോളം പെട്രോൾ ഉണ്ടായിരുന്നു, അത് കാരണം പ്രശ്നമായിരിക്കും. നമുക്ക് നേരെ ടാങ്കിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഈ അറ്റം വെച്ച് നേരെ വലിച്ചേച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അതവിടെ കുഴപ്പമില്ല. പെട്രോൾ വന്നുണ്ട് കേട്ടോ. പോട്ടെ ഊറ്റിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ വണ്ടിക്കകത്ത് പെട്രോൾ മൊത്തം ഊറ്റിയെടുത്ത് നമുക്കതൊരു ഞെട്ടിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ, ഇതിൻ്റെ അകത്തായിട്ട് നോക്കിയേ, ഫുള്ള് കരടാണ്. എൻ്റെ പൊന്നെ, ഇത് ഈ സാധനം വെച്ചിട്ടാണ് ഈ വണ്ടിയൊക്കെ ഓടുന്നത്. വെറുതെ ആണ് വണ്ടിക്ക് മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകണത്. റിയലായിട്ടുള്ള പെട്രോൾ ഇങ്ങനെയാണെന്ന് പോലും സംശയിച്ചു. പക്ഷേ ഇതിനകത്തും ഉണ്ട് കേട്ടോ. നമ്മൾ ഇത്രയും പെട്രോൾ ഊറ്റിയെടുത്തു, പക്ഷേ ഇതിനകത്തൊക്കെ താഴ്ത്തായിട്ടൊരു ഇതുണ്ടായി. ഇങ്ങനെ കമത്താം. ഇതുണ്ട് ഒരു പാട പോലത്തെ ഒരു സാധനം വരുന്നതുണ്ട്. ഇത് എന്ത് സംഭവം എന്നൊരു പിടുത്തവും ഇല്ല. ഇത് ആകപ്പാടെ അത്യാവശ്യം നല്ല രീതിക്ക് പെട്രോൾ ഊറ്റി ഇതിനകത്താണ്. ഈ ക്യാനിനകത്തായതുകൊണ്ട് അതിനകത്ത് എന്തെങ്കിലും കരടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ സംശയമാണ്. അപ്പോൾ ഇനി എന്തായാലും തിരിച്ച് ഈ വണ്ടിക്കകത്തേക്ക് നമ്മളിത് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ഫിൽട്ടർ ചെയ്തിട്ട് കൊണ്ട് ഒഴിക്കാനായിട്ട് നമുക്കൊന്ന് അരിച്ച് ഇതിനകത്തേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മളിത് ഇതിനകത്തൊരു 1 ലിറ്റർ പെട്രോൾ കറക്റ്റ് ഉള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഈ പെട്രോൾ മാറ്റിയിട്ട് നല്ല പെട്രോൾ 1 ലിറ്റർ എടുക്കുക, എന്നിട്ട് നേരെ വണ്ടിക്കകത്തേക്ക് ഒഴിക്കുക. അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. എന്തായാലും പെട്രോൾ നിറച്ചിട്ട് കാണാൻ ബാക്കി. നമ്മൾ കൃത്യം 1 ലിറ്റർ പെട്രോൾ എടുത്തിട്ടുണ്ട്. സംഭവം നമ്മൾ അരിച്ചാണ് എടുത്തേക്കണത്. സംഭവം ഒരു തുണി അതിൻ്റെ മേളിൽ വെച്ചിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്, ചോർപ്പ് വെച്ചിട്ട്. അപ്പോൾ നേരെ നമ്മൾ ഇതിനകത്തേക്ക് പെട്രോൾ ഒഴിക്കാൻ പോയാട്ടാ. നമ്മുടെ വണ്ടിയിലേക്ക് പെട്രോൾ അങ്ങോട്ട് മൊത്തം കമത്തിയിട്ടുണ്ട്. അപ്പം ഇനിയാണ് നമ്മുടെ പരിപാടി തുടങ്ങാൻ പോണത്. ഇനി നമുക്ക് വണ്ടി എടുത്ത് നേരെ റോഡിലോട്ട് ഇറക്കാം. എന്തായാലും ഈ സാധനങ്ങളൊക്കെ കൊണ്ട് നോക്കട്ടെ. ഈ ഒരു ക്യാൻ പെട്രോൾ എന്തായാലും നമ്മൾ കൊണ്ടുപോകേണ്ട കൂട്ടത്തിൽ. അതായത് ഈ ക്യാൻ നമുക്ക് കൊണ്ടുപോകണം. ബാക്കി രണ്ടിനകത്തും നല്ല രീതിക്ക് കരടുള്ളതുകൊണ്ട് എടുക്കണില്ല. അത് വന്നിട്ട് നമുക്കത് ഫിൽട്ടർ ചെയ്തിട്ട് ഇതിനകത്തൊക്കെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ക്യാൻ കൊണ്ടുപോകാം നമുക്ക്. ബാക്കി രണ്ടും കൊണ്ട് മാറ്റി വെച്ചേക്കാം. ചോർപ്പുള്ളത് കൊണ്ട് നമുക്ക് നല്ല രീതിക്ക് നമുക്ക് എന്താ പറയുക അരിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അതിൻ്റെ പുറമെ ഒരു വെള്ള തുണി ഇട്ടേച്ച് അരിച്ചാൽ മതി. നമ്മൾ വണ്ടിയായിട്ട് റോട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി, എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടം വരെ ഒരു 100 മീറ്റർ കാണുള്ളൂ കേട്ടോ. 100 മീറ്റർ ഒരു 50 മീറ്ററൊക്കെ കാണുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് മീറ്ററിൽ നമ്മൾ സെറ്റ് ചെയ്യണം. റീസെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് കിലോമീറ്റർ കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ട്രിപ്പ് 1 നമ്മൾ നെക്കങ്ങോട്ട് പിടിച്ചത് ക്ലിയർ ചെയ്ത് കളയാണ്. അയ്യോ കുഴപ്പമില്ല. അതെ, ട്രിപ്പ് 1 0 ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വണ്ടിയായിട്ട് ഓടി പെട്രോൾ എവിടെ വെച്ച് തീരുന്നോ അതാണ് ഈ വണ്ടിയുടെ മൈലേജ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ഫുള്ള് ഊറ്റി തീർത്തിട്ടാണ് വണ്ടി എടുത്തത്, വണ്ടിക്കകത്ത് 1 ലിറ്റർ ഒഴിച്ചത്. അങ്ങനെയാണ് നമ്മൾ വണ്ടിയുടെ മൈലേജ് കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് എന്തായാലും നേരെ ഒരു പാട്ടൊക്കെ കേട്ട് നേരെ അങ്ങോട്ട് നമുക്ക് സ്ഥലം വിടാം. ഓക്കെ,
നമ്മളെ കറക്റ്റ് ഇപ്പോൾ 20 കിലോമീറ്ററും 100 മീറ്ററും ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്ന പരിപാടി തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് തന്നെ തിരിച്ചു പോകണം. നിങ്ങളെ എന്തായാലും തണ്ണീർമുക്കത്തിൻ്റെ ചെറിയൊരു കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് നമുക്ക് നേരെ തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോകാം. Heck. 47 കിലോമീറ്റർ 47.3 കിലോമീറ്റർ ആയപ്പോഴത്തേക്കും പെട്രോൾ കംപ്ലീറ്റ് ചെയ്യുന്ന കേട്ടോ. കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ തളിയാറമ്പ് അമ്പലം കഴിഞ്ഞിട്ട് മുമ്പിലേക്ക് വരുമ്പോഴത്തേക്കാണ് എലഞ്ഞിക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ടാണ് തീർന്നേക്കണം കേട്ടോ. ആ അപ്പോൾ എന്തായാലും ബാക്കി വിശേഷം നമുക്കിനി ഈ പെട്രോൾ എന്തായാലും റീഫിൽ ചെയ്യട്ടെ. നമ്മുടെ കയ്യിൽ കുറച്ച് പെട്രോൾ ഇരിപ്പുണ്ട്. അതെ, അത് പെട്രോൾ ഇരിപ്പുണ്ട്. അത് റീഫിൽ ചെയ്തിട്ട് നേരെ നമുക്ക് വീട്ടിലേക്ക് പോകാം. വീട്ടിലേക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ. നമ്മൾ രണ്ടാമത് പെട്രോൾ റീഫിൽ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പെട്ടെന്ന് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കരുത്. പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ പമ്പിനകത്ത് ഫ്യൂൽ ഇറങ്ങാത്ത കാരണം ഫുള്ളും ഫ്യൂലാണ് നമ്മൾ തീർത്തേക്കണത്. പമ്പിനകത്ത് ഫ്യൂൽ ഇറങ്ങാത്ത കാരണം നമ്മൾ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പമ്പ് കത്തിപ്പോവും. അങ്ങനെ ചെയ്യല്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ റൈഡ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നമ്മൾ നേരത്തെ നിന്നിടത്ത് തന്നെ വരിക കേട്ടോ. മണ്ണേക്കാനാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്ത് ചെറിയൊരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ വണ്ടി അധികം ലോങ് ഓടിച്ചിട്ടില്ല. ഇപ്പോൾ ഓടിച്ചേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 47 കിലോമീറ്ററാണ്. ടോട്ടലി 50 കിലോമീറ്ററാണ് ഇപ്പോൾ വണ്ടി ഓടിയെത്തിയേക്കണത്. അതായത് നമ്മൾ ആദ്യം പൂച്ചാക്ക പോലീസ് സ്റ്റേഷൻ്റെ അവിടുന്ന്, അതായത് പോലീസ് സ്റ്റേഷൻ നേരെ പുറകിലാണ് വീട്, അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. പോലീസ് സ്റ്റേഷൻ്റെ അവിടുന്ന് നേരെ നമ്മൾ ചേർത്തലേക്ക് പോയി. അതായത് നമ്മുടെ കാളികുളത്തുനിന്ന് ലെഫ്റ്റ് എടുത്ത് ബണ്ടിലേക്ക് നിന്ന് തണ്ണീർമുക്കത്ത് പോയി ബണ്ടുമേന്ന് തിരിച്ച് നേരെ പള്ളിവളി എത്തി. അതായത് പൂച്ചാക്കി തന്നെയാണ് പള്ളിവളി വന്ന് പള്ളിവളിയിൽ നിന്നാണ് നമ്മൾ ഉളയപ്പിലേക്ക് പോയത്. അതായത് പള്ളിവളി എത്തിയ സമയത്ത് വണ്ടി ചെറുതായിട്ടൊന്ന് മിസ്സിങ് കാണിച്ചായിരുന്നു കേട്ടോ. അതാണ് ഞാൻ പെട്ടെന്ന് ഉളയപ്പിലേക്ക് തന്നെ എടുത്തത്. മെയിൻ റോഡിൽ നല്ല വെയിലായിരുന്നു. അതാണ് നേരെ ലെഫ്റ്റ് എടുത്ത് ഉളയപ്പിലേക്ക് എടുത്തത്. പക്ഷേ 2-3 പ്രാവശ്യം മിസ്സിങ് കാണിച്ചിട്ട് ഗിയർ ഓൺ ഡൗൺ ചെയ്ത് ശേഷം പതിയൊന്ന് കൈ കൊടുക്കാൻ നേരത്തെ തന്നെ വണ്ടി ഓടിയാണ് ചെയ്ത്. എന്നിട്ട് ഓടി വണ്ടി ഉളയപ്പിൽ ചെന്ന് ഉളയപ്പിൽ നേരെ ഇറങ്ങി തിരിച്ച് തളിയാറമ്പത്ത് അമ്പലം വഴി നേരെ പോണ വഴി എലഞ്ഞിക്കയിലെത്തിയപ്പോഴാണ് ഫുള്ള് ഫ്യൂല് എംറ്റി ആയത്. വണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് മിസ്സിങ് കാണിക്കുന്നുണ്ട് കേട്ടോ. കൈ കൊടുക്കുമ്പോഴത്തേക്കും ഒരു റിയാക്ഷൻ ഇല്ല. വണ്ടി വെറുതെ വിട്ട് സ്ലിപ്പായി പോകുമ്പോൾ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കുറേ മറ്റേ കുണ്ടും കുഴിയുള്ള റോട്ടിലേക്ക് കൂടി ഓടിച്ച് നോക്കി. അങ്ങനെ ചെറിയ രീതിയിൽ വൈബ്രേഷൻ ഉണ്ട്. പുറകെ ഇരിക്കണാക്കും വൈബ്രേഷൻ അനുഭവപ്പെടുന്നുണ്ട്. ഓടിക്കണാക്കും ഉണ്ട്. ഹാൻഡിലും കിട്ടുന്നുണ്ട്, കാലിലും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ആ കനക്കുറവിൻ്റെ, അതായത് വെയിറ്റ് ഇല്ലാത്തതിൻ്റെ ആയിരിക്കും വണ്ടിക്ക് ആ ഒരു വൈബ്രേഷനും കാര്യങ്ങളൊക്കെ. ഞാൻ ഏകദേശം ഒരു 60 കിലോമീറ്റർ 60, 55, 57 അങ്ങനെ ആ ഒരു സ്പീഡിലാണ് വാഹനം ഓടിച്ചത്. നോർമൽ ഒരാൾ എങ്ങനെ വണ്ടി കൊണ്ടു നടക്കുന്നു ആ ഒരു രീതിയിൽ ഓടിച്ചാൽ എന്നിട്ടാണ് ഇത്രയും മൈലേജ് കിട്ടിയേക്കണം കേട്ടോ.
എന്തായാലും സത്യം പറഞ്ഞാൽ ഈ ഒരു സെഗ്മെന്റിൽ വേറൊരു വാഹനത്തിനും ഇത്രയും മൈലേജ് കാണിക്കുക എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത്രേ ഉള്ളൂ നമ്മൾ MT യുടെ മൈലേജ് ചെക്ക് ചെയ്ത വീഡിയോ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ ബൈ.